ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്ത് കറിയണമെന്നൊന്ന് ആകാംക്ഷയോടെ നോക്കുന്നുണ്ടാവും. അത് വേറെ ഒന്നുമില്ല, കയ്പ്പയ്ക്ക പുളിയാണ് കേട്ടോ. ഒരു സ്പെഷ്യലായിട്ട് ഞാൻ ഇന്ന് വെക്കാൻ പോകണം. അതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ട് നോക്കാം. മുട്ട, തക്കാളി, ചെറിയുള്ളി, അതേപോലെ തന്നെ വലിയുള്ളി, കറിവേപ്പില, കയ്പ്പയ്ക്ക, പിന്നെ പിന്നെ വേണ്ടത് നമുക്ക് തേങ്ങ വേണം. തേങ്ങ, ചെറിയുള്ളി, ജീരകം കൂടി അരയ്ക്കാം നമുക്ക്. ബാക്കി എല്ലാ സാധനവും എന്താ മുറിച്ച് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ചെറിയുള്ളി, വലിയുള്ളി, തക്കാളി, കയ്പ്പയ്ക്കൊക്കെ മുറിച്ച് കഴുകി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങൾ നമുക്കുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റായി ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങ, ജീരകം, ചെറിയുള്ളിയും കൂടിയിട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. പിന്നെ ഇതുവരെ ഇങ്ങനെ ആരും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അത്ര ടേസ്റ്റാണ്. ഞാൻ നുണ പറയല്ല കേട്ടോ, ഇങ്ങനെ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഞാൻ നന്നായി തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മെയിനായിട്ട് പറയാൻ മറന്ന കാര്യമാണ്, പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ വാളം പുളിയാണ്. അപ്പോൾ നമുക്ക് എത്ര വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് പുളി എടുത്ത് ഞാൻ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാ സാധനവും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുട്ട, കയ്പ്പയ്ക്ക, വലിയുള്ളി, ബാക്കി എല്ലാ സാധനവും ഉണ്ട്. തേങ്ങ അടക്കം റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം ഒന്ന് അടുപ്പിലാണ് വെക്കുന്നത് കേട്ടോ, ഞാൻ ഗ്യാസിലല്ല. അപ്പോൾ നമുക്ക് അടുപ്പിൽ നമുക്ക് വെക്കാം. തീ കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ചീഞ്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് നമുക്ക് ചീഞ്ചട്ടി ചൂടാവുമ്പോൾ ലേശം എണ്ണയും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ പുകയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അടുപ്പിലല്ലേ, ഗ്യാസ് അല്ലല്ലോ, നമുക്ക് കമ്മിയാക്കി വെക്കാൻ പറ്റില്ല. അപ്പോൾ അടുപ്പിൽ തന്നെ ആയതുകൊണ്ട് പുകയൊക്കെ തിരിയൊന്ന് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ചട്ടി നന്നായി ചൂടായി, എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഇനി നമ്മുടെ കയ്പ്പയ്ക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായ ശേഷം നമുക്ക് അതിലോട്ട് കയ്പ്പയ്ക്ക ഇട്ട് കൊടുത്തിട്ട് നന്നായി വതക്കിയെടുക്കണം. നന്നായി വതങ്ങി കിട്ടണം കേട്ടോ. ആ കശപ്പൊക്കെ പോയി. ഇനി മുറിച്ച് 2-3 പ്രാവശ്യം കഴുകി, എന്നാലും കയ്പ്പയ്ക്കയുടെ കശപ്പ് ഉണ്ടാവുമല്ലോ. ഇനി ലേശം ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്ര ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ബാക്കി തേങ്ങയൊക്കെ പുളിയൊക്കെ ഒഴിക്കുമ്പോൾ അപ്പം വേണമെങ്കിൽ പോരെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം തൽക്കാലം ആ കയ്പ്പയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് തിരി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി നന്നായി വതങ്ങുന്നുണ്ട്. നല്ല മണം വരണം. അങ്ങനെ ഇളക്കി നന്നായി വതങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വലിയുള്ളി, ചെറിയുള്ളി, തക്കാളി, ഇത് 3ഉം അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് നന്നായി കുറച്ച് നേരം വതക്കിയെടുക്കാം കേട്ടോ. നന്നായി വതക്കിയെടുക്കണം. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ചെയ്യണം കേട്ടോ. പെട്ടെന്ന് ചെയ്യാൻ പാടില്ല, കുറച്ച് സമയം എന്തായാലും ആവും. പിന്നെ അടുപ്പിലായതുകൊണ്ട് എനിക്ക് വേഗം ആവുന്നത് അടുപ്പിലാണെന്ന് എനിക്കൊരു തോന്നല്. ഇനി എൻ്റെ തോന്നലാണോ എന്നറിയില്ല. അപ്പോൾ നന്നായി വതങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കളറൊക്കെ നന്നായി മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുമല്ലോ അല്ലേ. ഇനി അടുത്തത് നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത് 3ഉം അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കിയെടുക്കുക കേട്ടോ. നന്നായി ആ പച്ചച്ചൂര് പോണ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ എനിക്ക് എളുപ്പപ്പണി വെറുതെ ഗ്യാസിനെയും വെച്ച് വേഗം ഒന്ന് അടുപ്പിലാവുന്നത് വരെയാണ് എൻ്റെ തോന്നല്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് പുളിവെള്ളമാണ്. അപ്പോൾ നമുക്ക് പുളിവെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എത്ര ആവശ്യത്തിന് പുളിവെള്ളം ചേർത്താൽ മതി. ഞാൻ കുറച്ച് കയ്പ്പയ്ക്ക എടുത്തിട്ടുള്ളൂ, അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ചേർത്തത്. ഇനി പുളിവെള്ളം ചേർത്തിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് പുളിവെള്ളവും പിന്നെ കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കയ്പ്പയ്ക്ക തിരി വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം എന്തായാലും വേണം. എന്നിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അടച്ച് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്നത്. അപ്പോൾ കയ്പ്പയ്ക്കൊക്കെ നന്നായി വെന്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ തേങ്ങ അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങയൊക്കെ അരച്ചത് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളവും തേങ്ങൻ്റെ ജാറിൽ കുറച്ച് ഇതുണ്ടായിരുന്നു, അപ്പോൾ വെള്ളം ഒഴിച്ച് കുറച്ചൊന്ന് മിക്സ് ചെയ്ത് നന്നായി ഉപ്പ് പോരെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പുളിൻ്റെ അപ്പം നോക്കിയപ്പോൾ ഉപ്പ് മതി, ഇനി അവസാനം നോക്കിയിട്ട് ചേർത്താന്ന് പറഞ്ഞിരുന്നു. പിന്നെ തേങ്ങയൊക്കെ ഒഴിച്ച് നന്നായി അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയിട്ടോ. അപ്പോൾ തുറന്ന് നോക്കി നന്നായി തിളച്ചിട്ടുണ്ടായിരുന്നു. ഇനിയാണ് നമ്മുടെ മെയിൻ
ഈ ഇതെന്തായ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ മുട്ട ചേർക്കാൻ പോണത്. അപ്പോൾ മുട്ട പൊട്ടിച്ചൊഴിക്കണം. അപ്പം ഞാൻ കൂടുതൽ നീട്ടി വലിക്കുന്നില്ല കേട്ടോ, ബോറടിപ്പിക്കില്ല നിങ്ങളെ. അപ്പം ഞാൻ വേണ്ട ആ മുട്ട ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കാം നമുക്ക്. അപ്പം എല്ലാവിടെയും ഒന്ന്. അപ്പം ഇതുവരെ ഇങ്ങനെ ഞാൻ ഒന്നും കൂടി പറയണത്, ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പം മുട്ട ഒഴിച്ച് ഞാൻ അത് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. വേഗം ഗ്യാസിൽ വന്നിട്ടൊന്ന് നമുക്ക് വതക്കിയെടുക്കാൻ, കടുക് വറുക്കാനുള്ള സാധനം നോക്കാമെന്ന് പറഞ്ഞിട്ട് ചീഞ്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ലേശം. എന്നിട്ട് ഇനി നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ അതിലോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. കടുക്, അതേപോലെ കടുക് വേണം, കുറച്ച് ഉലുവ വേണം, പിന്നെ അതേപോലെ വെളുത്തുള്ളി ഞാൻ കുത്തിച്ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വെളുത്തുള്ളി, കറിവേപ്പില, ഇത് മൂന്നും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടുക് നന്നായി പൊട്ടി തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ച് ഉലുവ ചേർത്ത്. വെന്തയെന്ന് പറയും ചിലവിടെ, ഞങ്ങളുടെ ഇവിടെ വെന്തയെന്ന് ഞങ്ങൾ അധികം പറയാറ്, ഉലുവ എന്നൊന്നും പറയാറില്ല കേട്ടോ, വെന്തയം. പിന്നെ അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായി പൊട്ടിയ ശേഷം വെളുത്തുള്ളി അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തത് കറിവേപ്പില ഇട്ട് കൊടുത്ത് പിന്നെ ലേശം, ഒരു ചെറിയ സ്പൂൺ ലേശം മതി കേട്ടോ, ലേശം മുളക് പൊടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വേറെ ഒന്നിനുമല്ല നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്, നമുക്ക് ഈ എന്താ കറിയിൽ താളിച്ചൊഴിക്കുമ്പോൾ ഒരു ചുവപ്പ് കളർ കാണും, നല്ല ഒരു കളർ, ഒരു ഡാർക്കായിട്ടിരിക്കും, നല്ല ചന്തം ഉണ്ടാവും കാണാൻ. അപ്പം ലേശം മുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായി നമുക്ക് ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായി ചൂടാക്കി എടുക്കാം. എന്നിട്ട് ഗ്യാസ് ചൂടായ ശേഷം നമുക്ക് ഈ ഗ്യാസ് ഒന്ന് ഓഫാക്കിയിട്ട് നമ്മുടെ ആ കറിയിൽ, കയ്പ്പയ്ക്ക് പുളിയിൽ കൊണ്ട് ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നന്നായി ഇതാ കയ്പ്പയ്ക്ക് പുളി തിളച്ച്, മുട്ടയും കയ്പ്പയ്ക്കയും അതേപോലെ തേങ്ങ, തക്കാളി പറഞ്ഞ പോലെ എല്ലാം കൂടി നല്ല മണം വരുന്നുണ്ട് കേട്ടോ. തുറന്നത് എനിക്കത് പറയാതിരിക്കാൻ വയ്യ, നല്ല മണം ഉണ്ടായിരുന്നു. ഇനി നമ്മൾ താളിച്ച സാധനം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒഴിച്ചു കൊടുത്തുകൊണ്ട് അടച്ചു വെക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. അപ്പോൾ ഇത് നമ്മത് ഒഴിച്ചു കൊടുത്ത് നമ്മത് അടച്ചു വെക്കുക, ഇളക്കാനൊന്നും പാടില്ല, ഒഴിച്ചും കൊണ്ട് അങ്ങനെ അടച്ചു വെക്കുക. എന്നിട്ടൊരു 2-3 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കറി കയ്പ്പയ്ക്ക് പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബൈ.